ഇത് ബെയിലി പാലം 1.5 വർഷം മുമ്പ്, അതായത് 2024 ജൂലൈ 30 മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിന് ശേഷം നിർമ്മിച്ച പാലാണത്. ജനങ്ങളുടെ മനസ്സിനെ ആർദ്രമാക്കിയ മുണ്ടക്കൈ ചൂരൽമലയുടെ അവശിഷ്ടമാണ് ബാക്കി പത്രമാണ് കാണുന്നത്. നമ്മൾ നമ്മുടെ സ്വീകരണ മുറിയിലിരുന്ന് കണ്ട അത്രയും വ്യാപ്തിയൊന്നുമല്ല ഇവിടെ വന്ന് ഈ രംഗങ്ങൾ. അതിനുശേഷമുള്ള ഈ പുഴയിലെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ മുണ്ടക്കൈ ചൂരൽമല ആ ദുരന്തം ബാക്കി വെച്ച പത്രം സ്കൂൾ കിട്ടിയ ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം ഒത്തിരി ആളുകൾക്ക് സന്തോഷത്തിനും ആനന്ദത്തിനും ഇടയാക്കിയ സ്ഥലമാണ്. ഒത്തിരി കച്ചവടങ്ങൾ നടന്ന സ്ഥലം. കുട്ടികൾ ആനന്ദത്തോടെ സന്തോഷത്തോടെ സ്കൂളിൻ്റെ മൈതാനത്തും ഈ വാഗമര ചൂട്ടിലൊക്കെ ഇരുന്ന് പഠിച്ചിരുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ. ഇന്ന് ഇവിടെ വരുമ്പോൾ ഈ കാണുന്ന അവസ്ഥ കാണുമ്പോൾ ഹൃദയം തകരുന്ന നിമിഷങ്ങളാണ്. ഈ കാണുന്നതൊക്കെ സജീവമായിട്ട് കച്ചവടം നടന്നിരുന്ന സ്ഥലങ്ങളാണ്. ഒരു നാടിൻ്റെ സ്വപ്നങ്ങൾ, ഒത്തിരി കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് ഈ തകർന്നടിഞ്ഞ് കിടക്കുന്നത്. ഇവിടെ ഇപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ബിസിനസ്സൊന്നും നടക്കണില്ല. ഏതാനും കുറച്ച് കച്ചവട സ്ഥാപനങ്ങൾ മാത്രമേ ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവർ ഉപേക്ഷിച്ച് പോയി. കാരണം ഇവിടെ ഇപ്പോൾ സന്ദർശകർക്ക് വാഹനങ്ങളിൽ കൊണ്ടുവന്ന് ഈ ബെയിലി പാലത്തിലൂടെ കടക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ല, അനുവദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് വരുന്ന വണ്ടികൾ ഇവിടെ ഒരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ആ ബാരിക്കേഡിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് നടന്നു പോയി കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അട്ടമലയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്നവർക്കോ എസ്റ്റേറ്റ് ജീവനക്കാർക്ക് സ്കൂൾ വാഹനങ്ങൾക്കൊക്കെ പോകാൻ അനുവാദമുള്ളൂ. ഇതൊക്കെ 1.5 വർഷം മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കി. ഈ കേരള പോലീസിൻ്റെ ബാരിക്കേഡ് വരെയാണ് നമുക്ക് വാഹനങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള അനുവാദമുള്ളൂ. സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നവർ ഇതിൻ്റെ അപ്പുറത്ത് വാഹനങ്ങൾ നിർത്തിയിട്ട് ഇതുവഴി നടന്ന് അങ്ങനെ പോകണം. ഇനി ഇതുപോലുള്ള ദുരന്തങ്ങൾ കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.